ഹായ് എവരി വൺ. ഇറ്റ്സ് ലേറ്റ് ആയിപ്പോയി എന്നറിയാം. വാലന്റൈൻസ് ഡേയുടെ അന്ന് ചെയ്ത ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളാണെന്ന്. തലേ ദിവസം തന്നെ ചെയ്യാനുള്ള ഓർഡേഴ്സും പ്രിന്റ് എടുക്കാനുള്ളതൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. കേക്ക് സ്പഞ്ച് ഒക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചു. വാലന്റൈൻസ് ഹാമ്പറിൽ വെക്കാനുള്ള ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ അന്ന് രാത്രിയിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് ഐറ്റംസ് ഓരോന്നും പർച്ചേസ് ചെയ്യാറ്. എന്നാലും അവരുടെ ആ ടേസ്റ്റ് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഡ്രസ്സും ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ് കേട്ടോ. വാലന്റൈൻസ് ഡേയുടെ അന്ന് 3 കേക്കിൻ്റെ ഓർഡേഴ്സാണ് നമുക്ക് ഉണ്ടാകുന്നത്. എല്ലാവരും ഈ ഒരു ഡേയിൽ അവരുടെ ലവേഴ്സിനും വൈഫിനും ഹസ്ബൻഡിനും ഒക്കെ അല്ലേ കേക്ക്സും ഗിഫ്റ്റൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓൾഡ് ഏജ് ഹോമിലേക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു. നമ്മുടെ കസ്റ്റമർ ഈ ഒരു ക്ലിപ്പിംഗ് ഷെയർ ചെയ്ത് തന്നപ്പോൾ ഒരുപാട് ഹാപ്പിനെസ് തോന്നി കേട്ടോ. നെക്സ്റ്റ് ഒരു ഡീപ്പ് റെഡ് കളറിൽ വരുന്നൊരു കേക്കാണ്. ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ആ ഒരു കളറ് ലൈറ്റ് ഷെയ്ഡായിട്ട് ഫസ്റ്റ് കോട്ടിങ്ങും കൊടുത്തിട്ട് പിന്നീട് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ക്രീം ഇതുപോലെ തിൻ ലെയറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവറായിട്ട് കേക്കിൽ കളർ വരുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ഒരു ഫുട്ബോൾ തീം കേക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ള കുറച്ച് പോപ്സ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.